ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷന് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ്. സോ എന്താണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്? Software configuration management is a software engineering discipline comprising the tools and techniques or the process or methodology that a company uses to manage change to its software assets. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫേം ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിരുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ഒരു ചെറിയൊരു റൂമിലായിരുന്നു നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചെറിയ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ റൂമിലേക്ക് ഇരിക്കാനുള്ള ക്ലോത്ത്സ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ ഒരു 1 year ആയപ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടി. നമ്മളത് 2 rooms ആക്കി. ഒരു 2 years ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് വലിയൊരു ഷോപ്പാക്കി. ഒരു ബിൽഡിങ്ങിന്റെ 2 നില മൊത്തം നമ്മൾ നമ്മുടെ ഷോപ്പാക്കി. അപ്പൊ നമ്മുടെ എമൗണ്ട് കൂടി, നമ്മുടെ കസ്റ്റമേഴ്സ് കൂടി, നമ്മുടെ പർച്ചേസ് കൂടി, അങ്ങനെ പല പല ഫാക്ടേഴ്സും കൂടി അല്ലെ. അപ്പം നമ്മൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആ ചെറിയ റൂമിൽ ഉണ്ടായിരുന്ന ആ ക്ലോത്ത്സിന് അതിനനുസരിച്ചുള്ള സെയിൽസ്, പ്രൊഡക്ഷൻസ്, ആ കോസ്റ്റ് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നത്. അത് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഡാറ്റാബേസ് കൂട്ടണം, അതിന്റെ റിക്വയർമെന്റ്സ് കൂടണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്തും ചെറിയ സ്ലൈഡ് ചേഞ്ചസ് വരുത്തി എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിനകത്ത് പഠിക്കുന്നത്. സോ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഈസ് എൻ അംബ്രല ആക്ടിവിറ്റി. എന്താണ് അംബ്രല ആക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങിനകത്ത് വരുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് അംബ്രല ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ്ലൈഡ് ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്. The software configuration management activities are developed to identify change. എപ്പോഴാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യേണ്ടത്? കൺട്രോൾ ചേഞ്ച്. ഇനി നമുക്കിത് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ല ഒരുപാട് ചേഞ്ചസ് വരുത്താതെ നമുക്ക് ചേഞ്ചസ് വരുത്തുന്നതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് കൂടും, നമ്മുടെ ടൈം കൂടും, ഷെഡ്യൂള്, അങ്ങനെ പല പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യിക്കുക. അപ്പൊ ഒരുപാട് ചേഞ്ചസ് വരുത്താതെ ഹൗ ടു മാനേജ് ദ സോഫ്റ്റ്വെയർ. Then ensure that change is being properly implemented. ഇനി എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തോ എന്ന് എൻഷുർ ചെയ്യുക. ദെൻ റിപ്പോർട്ട് ചേഞ്ച് ടു അതേഴ്സ് ഹു മേ ഹാവ് ആൻ ഇൻട്രസ്റ്റ്. ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തു, അപ്പം അത് നമുക്ക് ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ക്ലയൻസിന് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പാരലലി യൂസ് ചെയ്യുന്ന ഇപ്പൊ നമുക്കൊരു സിസ്റ്റർ ഓർഗനൈസേഷൻ, ഒരു ഫേം ഉണ്ട്, അപ്പൊ അവരെ അറിയിക്കണം. അപ്പൊ അവരും സെയിം ആണ്, നമ്മുടെ സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ് അവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് അവരെ കൂടെ അറിയിക്കുക. അപ്പം ഇത്രയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷനകത്ത് മെയിൻലി നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്. The output of the software process is information that may be divided into 3 broad categories. അപ്പൊ നമ്മുടെ നമ്മൾ വാട്ടർഫോൾ മോഡലിനകത്തൊക്കെ പഠിച്ചതാണ്, ഓരോ ഫേസിനകത്തും ഓരോ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ കോൺഫിഗറേഷനകത്തും നമുക്ക് 3 തരത്തിലുള്ള ഡാറ്റാസ് ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാം, നമ്മുടെ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഡോക്യുമെന്റ്സ് ഡിസ്ക്രൈബ് ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ, നമ്മളിപ്പോ ഒരു കാർ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുക, ഒരു TV പർച്ചേസ് ചെയ്യുക, അതിനോട് നമുക്കൊരു യൂസർ മാനുവൽ കാണും അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അതാണ് ഡോക്യുമെന്റ്സ് ദ ഡിസ്ക്രൈബ് ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ ഡാറ്റകളാണോ ഉള്ളത് അതാണ് ഡാറ്റയ്ക്കകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെയിൽസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു ക്ലോത്തിങ് ഷോപ്പ് ആണെങ്കിൽ നമ്മുടെ കടയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലോത്തുകളുണ്ട്, അതിന്റെ ഓരോന്നിന്റെയും പ്രൈസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇതൊക്കെയാണ് ഇതിനകത്ത് ഡാറ്റ എന്ന് പറയുന്നത്.
Okay, then the items that comprise all information produced as a software process are collectively called a software configuration. അപ്പം ഈ മൂന്നെണ്ണത്തിനും കൂടി കളക്റ്റീവ്ലി പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ. അപ്പൊ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ഈ മൂന്നെണ്ണത്തിനകത്തായിരിക്കും ചേഞ്ചസ് വരുത്തേണ്ടത്. ഇനി നമുക്ക് എന്തൊക്കെ റീസൺ കൊണ്ടാവാം സോഫ്റ്റ്വെയറിന് ചേഞ്ചസ് വരുത്തേണ്ടത്. നമ്മൾ ഓൾറെഡി ആദ്യമേ ഞാൻ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ എന്താണ് എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഇസ് ദ നീഡ് ഫോർ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ എന്ന്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ഉള്ള 4 റീസൺസ് അല്ലെങ്കിൽ അതിന്റെ സോഴ്സസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതിന്റെ റീസൺസ് ആണ് നമ്മൾ പറയാൻ പോണത്. New business or market condition that dictate changes in product requirements or business rules. ഒന്ന് ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ സ്മോൾ സ്കെയിലിൽ തുടങ്ങിയ ബിസിനസ് ലാർജ് സ്കെയിലിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പം നമുക്കുണ്ടായ ആ ചേഞ്ചസ് എന്താ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു റീസൺ. രണ്ടാമത്തത് ന്യൂ കസ്റ്റമർ നീഡ്സ് ദാറ്റ് ഡിമാൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡാറ്റ പ്രൊഡ്യൂസ്ഡ്. ഇനി കസ്റ്റമർ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് എന്താണ് പുതിയ പുതിയ ഫീച്ചേഴ്സ്, അപ്പൊ നമുക്ക് നേരത്തെ ഉള്ള ഫീച്ചേഴ്സിൽ നിന്നും വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ വഴി ചെയ്യാൻ പറ്റും. ദെൻ റീഓർഗനൈസേഷൻ ഓർ ബിസിനസ് ഡൗൺ സൈസിങ് ദാറ്റ് കോസസ് ചേഞ്ചസ് ഇൻ പ്രൊഡക്ട് പ്രയോറിറ്റീസ് ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീം സ്ട്രക്ചർ. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഓർഗനൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിലാണ്. ഇനി അഥവാ നമ്മൾ തിരിച്ചു ആലോചിക്കാം, നമ്മൾ ആദ്യം വലിയൊരു സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്തത്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്കത് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ഡാറ്റാസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല, നമുക്ക് അത്രയും ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഫോം ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഉള്ള ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നമുക്ക് വലിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നെങ്കിൽ വി നീഡ് ടു ഡൗൺ സൈസ് ഇറ്റ്. അതാണ് തേർഡ്. അടുത്ത ബഡ്ജറ്ററി ഓർ ഷെഡ്യൂളിംഗ് കൺസ്ട്രെയിൻസ് മാനേജ്മെന്റ്. ഇനി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പം നമുക്ക് എന്തായാലും ചേഞ്ചസ് വേണം, പക്ഷേ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വലിയ രീതിയിൽ ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് പറ്റത്തില്ല, അത് ചെറിയ രീതിയിൽ മാത്രമേ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഫോർ ഗോയിങ് ഫോർ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. സോ നമുക്ക് നെറ്റ് എഫക്ട് പറയാം. Software configuration management is a set of activities that have been developed to manage change throughout the life cycle of computer software. അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ആഫ്റ്റർ ഡെലിവറിയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും സോഫ്റ്റ്വെയർ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തുന്ന ചേഞ്ചുകൾ, മോഡിഫിക്കേഷൻസിനെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ മെയിൻ്റനൻസും സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ തെറ്റിപ്പോരുത്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സോഫ്റ്റ്വെയർ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്യുക, അതിനെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാറ് വാങ്ങി, കാറ് വാങ്ങിയപ്പോ നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ കാറിന്, അപ്പൊ അതാണ് നമ്മുടെ ഒറിജിനൽ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരുപാട് ആക്സസറീസ് ഒക്കെ പിടിപ്പിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ആക്സസറീസ് പിടിപ്പിക്കുന്നതനുസരിച്ചും അതിന്റെ ഷേപ്പ് മാറും അല്ലെ, ചെറിയ വ്യത്യാസം വരും. അപ്പൊ അതിനെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി ഉള്ള സാധനത്തിനകത്ത് ചെറിയ ചേഞ്ചസ് വരുത്തി യൂസ് ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും എന്താണ് ടയറിന്റെ കാറ്റ് പോയി അല്ലെങ്കിൽ ടയർ പഞ്ചറായി, അതൊക്കെയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനകത്ത് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയി തോന്നുന്നു അല്ലെ. ഇനി സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ നമുക്കൊരു ബേസ് ലൈൻ ഉണ്ട്. ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a baseline is a software configuration management concept that help us to control change without seriously embedding justifiable change. പിന്നെ വേറൊരു ഡെഫിനേഷൻ ഉണ്ട്, that is a specification or product that has been formally reviewed and agreed upon that thereafter serves as the basics for further development and that can be changed only through formal change control procedures. അതായത് ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം
നമ്മുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ റിവ്യൂസും എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ഡെലിവറി ചെയ്യുന്ന ആ സോഫ്റ്റ്വെയറിനെയാണ് ബേസ് ലൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മുൻനിർത്തിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ബാക്കി ചേഞ്ചസ് വരുത്തുന്നത്. സോ ആദ്യം ഡെലിവറി ചെയ്യുന്നതിനെയാണ് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ടോ, ഇപ്പം പല രീതിയിലായിരിക്കും മോഡിഫിക്കേഷൻസ് വരിക. അപ്പൊ ഓരോ മോഡിഫിക്കേഷനും ഓരോ നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് നമ്മുടെ ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പം ആദ്യമൊക്കെ സമയത്ത് വിൻഡോസിന്റെ വേർഷൻ വിൻഡോസ് ഒരുപാടുണ്ട്. വിൻഡോസ് ഇപ്പൊ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല വേർഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞിട്ട് അതിനെ ഫോർ എക്സാമ്പിൾ വിൻഡോസ് 10 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇറങ്ങി. അപ്പൊ അതിനകത്ത് ഇനി ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് വിൻഡോസ് 10.1 എന്ന് പറയാം. ഈ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ വിൻഡോസ് 11 എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഓരോ വേർഷൻസ് ഇട്ട് അടിക്കും ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇറങ്ങുന്ന ഏതാണോ സോഫ്റ്റ്വെയർ അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബേസ് ലൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മളിത് ഓൾറെഡി പഠിച്ചാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ആദ്യം തന്നെ റിക്വയർമെന്റ് അനാലിസിസ്, സോഫ്റ്റ്വെയർ ഡിസൈന്, കോഡിങ്, ടെസ്റ്റിങ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫോർമൽ റിവ്യൂ, ഒരുപാട് തരത്തിലുള്ള റിവ്യൂസും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ബേസ് ലൈൻ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റംസ് നോക്കിയേ. നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞായിരുന്നു 3 ഐറ്റത്തിന്റെ കാര്യം അല്ലെ. എ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റം ഈസ് എനി ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്. നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ആയിരിക്കും, ഹൗ ഇറ്റ് വർക്ക്സ്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയാൽ അറിയാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ദാ പിന്നെ ആരോ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. ഓക്കെ, സോ നമ്മൾ പല തരത്തിലുള്ളതാ ഈ കണ്ടോ, ഈ ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് കഴിഞ്ഞ ശേഷം സ്ലൈഡ് മൂവ് ചെയ്യുന്ന വെള്ളം. ഓക്കെ, അപ്പം ഇവിടെ ഓരോ ഓരോ സ്റ്റേജസ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, ഡയഗ്രത്തിനകത്ത് കാണാം. ഓരോ സ്റ്റേജസ് കഴിഞ്ഞ ശേഷമാണ് ബേസ് ലൈൻ വരുന്നത് അല്ലെ. അപ്പം അതാണ് ഇവിടെ കാണിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ ടാസ്കുകൾ കഴിഞ്ഞ ശേഷം എന്ത് വരും, നമ്മുടെ ബേസ് ലൈൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബേസ് ലൈൻ റിലീസ് ചെയ്ത് ദാറ്റ് ഇസ് ഇനി അതാണ് നമ്മുടെ എന്താ ബേസ് ലൈൻ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് കോൺഫിഗറേഷൻ ഐറ്റം. ഇനി ഈ ഐറ്റത്തിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഈ ബേസ് ലൈന് കുറെ ടെക്നിക്കൽ റിവ്യൂസ്, ഫോർമൽ റിവ്യൂസ് എല്ലാം കഴിഞ്ഞ ശേഷം ഇതിനെ എന്ത് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റാബേസിനകത്ത് സൂക്ഷിച്ചു വെക്കും. ഇനി വെച്ച് കഴിഞ്ഞ ശേഷം ഇത് ലോക്ക് ചെയ്യും. ഓക്കെ, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ഇനി ഇതിനകത്ത് നമുക്ക് യാതൊരു എന്താണ് ഇനി ഇതിൽ നമുക്ക് യാതൊരു ചേഞ്ചസും ചെയ്യാനായിട്ട് പറ്റുന്നത്. ദിസ് ഈസ് ദ ബേസ് ലൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും പുതിയൊരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ ഒരു കോപ്പി എടുക്കും. ഇതിന്റെ കോപ്പി എടുത്ത ശേഷം ഇതാണ് കോപ്പി, ഈ കാണുന്നതാണ് കോപ്പി. ഓക്കെ, കോപ്പി എടുത്ത ശേഷം നമുക്ക് ഈ കോപ്പി എടുക്കുന്നതിനകത്ത് നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വന്നു. എന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ടാസ്കുകളൊക്കെ ഇല്ലേ, കുറെ റിക്വയർമെന്റ് അനാലിസിസ്, കോഡിങ്, ഇംപ്ലിമെന്റേഷൻ, ദെൻ ടെസ്റ്റിംഗ്, അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ പുതിയത്, അതായത് ഇവിടെ ഈ ഡയറക്റ്റ് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ബേസ് ലൈൻ ആണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇനി മോഡിഫിക്കേഷൻ ഉള്ളതാണ് ഈ സാധനം, ദാറ്റ് ഈസ് നമ്മുടെ രണ്ടാമത്തെ, ദാറ്റ് ഈസ് കോപ്പി. വന്ന ശേഷം ഓരോ പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത ശേഷം ദാറ്റ് ഈസ് ഇനിയുള്ള നമ്മുടെ മോഡിഫൈഡ് സോഫ്റ്റ്വെയർ ആണ്. ഇനി എന്നാ ചെയ്യും, മോഡിഫൈഡ് സോഫ്റ്റ്വെയർ എടുത്തു, അതിനെ അടുത്ത ഫോർമൽ ആൻഡ് ടെക്നിക്കൽ റിവ്യൂസ് എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ ആരും മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, റിവ്യൂ ചെയ്ത ശേഷം അപ്രൂവ് ആയി കഴിഞ്ഞ ശേഷം ഇതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത വേർഷൻ ആയിട്ടായിരിക്കും ഇവിടെ നമ്മുടെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. പക്ഷെ ചേഞ്ചസ് വരുത്തേണ്ട, ചിലപ്പോൾ നമ്മൾ ഈ ആദ്യം ചേഞ്ച് വരുത്തിയത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡ്യൂളിലായിരിക്കും.
ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു മോഡ്യൂളാണ് നമുക്ക് ഇനി ചേഞ്ച് വരുത്തേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത് വെച്ചതായിരിക്കത്തില്ല എടുക്കുന്നത്, ആദ്യത്തെ ആയിരിക്കില്ല ബേസ് ലൈൻ, അതായിരിക്കും എടുക്കുന്നത്. ഇനി നമുക്ക് അഥവാ ഈ ആദ്യം ഒരു മോഡ്യൂൾ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ വീണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത് വെച്ചതിന്റെ കോപ്പി ആയിരിക്കും എടുക്കുക. ഓക്കെ. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ. Then the following software configuration items become the target for configuration management techniques and form a set of baseline system specification, then software project plan, software requirement specification, then graphical analysis models, process specification, prototype, mathematical specification and preliminary user manual. അതായത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെ. അതായത് ഒരു സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം SDLC മോഡൽസ് വഴി പോകണം. ഇനി നമുക്ക് ഓരോ ഇനി എന്നിട്ട് ഈ ഗ്രാഫിക്കൽ അനാലിസിസ് മോഡൽ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ റെപ്പോസിറ്ററി കണ്ടില്ലേ, അപ്പൊ ഇതിനകത്ത് ഇതാണ് റെപ്പോസിറ്ററി. ഇതിനകത്ത് വെക്കുന്ന പോലെ നമുക്ക് ഗ്രാഫിക്സ്, അതായത് നമുക്ക് ഗ്രാഫായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ നമുക്ക്, അതായത് നമുക്കൊരു ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യാം. കാരണം പിന്നീടുള്ള മോഡിഫിക്കേഷൻ അതായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി SEM പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദി SEM is responsible for identification of individual SEIs and various versions of the software, the auditing of the software configuration to ensure that it is happening it has been എനിക്ക് ജലദോഷമായിട്ടിരിക്കുകയാണ്, അതാണ് ചുമ. The auditing of the software configuration to ensure that it has been properly developed and reporting all the changes applied to the configuration. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു സോഫ്റ്റ്വെയറിന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഓഡിറ്റിംഗ് കൂടി ആയിരിക്കണം ചെയ്യുന്നത്. ആൻഡ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അത് ഫോർമൽ റിവ്യൂസ് എല്ലാം കണ്ടക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെപ്പോസിറ്ററിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് മെയിൻ ആയിട്ടും ഒരു സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് 5 ടാസ്ക് ആണുള്ളത്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ, അടുത്ത വേർഷൻ കൺട്രോൾ, ചേഞ്ച് കൺട്രോൾ, കോൺഫിഗറേഷൻ, ഓഡിറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇത്രയും ടാസ്കുകളാണ് ഒരു സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ടു കൺട്രോൾ ആൻഡ് management software configuration items such each must be separately named and then organized using object oriented approach. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 5 കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഓരോ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം എൻറ്റിറ്റി. നമുക്ക് എന്തിനാ വേണം ഒരു ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒബ്ജക്ട് ക്യാൻ ബി എനിത്തിങ്. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഈ 5 ഐറ്റത്തിന് നമ്മൾ ഓരോ ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും റെപ്രസെന്റ്. ഇപ്പൊ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, വേർഷൻ കൺട്രോൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, അങ്ങനെ പല ഒബ്ജക്ട്സുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഓർഗനൈസേഷനകത്ത് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. 2 types of objects can be identified: basic objects and aggregate objects. 2 തരത്തിലുള്ള ഒബ്ജക്ട്സ് ഉണ്ട്, ബേസിക് ഒബ്ജക്റ്റും അഗ്രിഗേറ്റ് ഒബ്ജക്റ്റും. ഇനി നോക്കിയേ, എന്താണ് ബേസിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? A basic object is a unit of text that has been created by a software engineer during analysis, design, coding or testing. അതായത് നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ബേസിക് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. എക്സാമ്പിൾ, an object oriented an object might be a basic object might be section of requirement specification, a source of listing of a module, or suite of test cases that are used to exercise the code. അപ്പം നമ്മളൊരു റിട്ടൺ ഒരു ഡോക്യുമെന്റ് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബേസിക് ഒബ്ജക്റ്റിനെ കാണുന്നത്. ഇപ്പൊ റിക്വയർമെന്റ് അനാലിസിസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് വേണ്ടത്, അത് നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക്
ടെസ്റ്റ് കേസസ് നമ്മൾ ഏതൊക്കെ ഇത് വെച്ചിട്ടാണ് എന്താ ടെസ്റ്റ് കേസസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പം ആ ഒരു സെറ്റ് ഓഫ് എന്താ ടെക്സ്റ്റുകളാണ് അതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇനി അഗ്രിഗേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ കളക്ഷനെയാണ്. അതായത് നമ്മളിപ്പം ഇപ്പം എന്താണ് നമ്മുടെ റിക്വയർമെന്റ്സ് എല്ലാം കൂടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ ടെസ്റ്റ് കേസസ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാനിങ് എന്തൊക്കെയാണ് റിക്വയർമെന്റ്, പ്ലാനിങ്, നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഓരോരോ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെയെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എടുക്കുന്നതിനെയാണ് അഗ്രിഗേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. Each object has a set of distinct features that identify it uniquely. A name, description or a list of resources. ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഒന്ന് ചിലപ്പോൾ നെയിം ആയിരിക്കാം. ഇപ്പൊ നെയിമിന്റെ കൊണ്ട് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു പ്രോഗ്രാം, ഒരു എന്തെങ്കിലും ഒരു ഫയല് നമ്മൾ സേവ് ചെയ്യുന്ന എങ്ങനെയാ, ഒരു പേരുണ്ടാവും അല്ലെ, പേര് കൊടുക്കാൻ അതിനൊരു ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. എന്താ, അതായത് ഇത് എത്ര ബൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര അതിന്റെ സൈസ്, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ ടൈം എപ്പോഴാണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന് തന്നെ ഉണ്ട്, ഒരു നെയിം ഉണ്ട്. അത് കൂടാതെ ആ എന്താണ്, എന്തൊക്കെ, വാട്ട് ആർ ദി കണ്ടന്റ്സ് ഇൻസൈഡ് ദാറ്റ് ഒബ്ജക്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണും. നീ എന്തൊക്കെ ഡാറ്റാസ് അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് ഈ ഒബ്ജക്റ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓരോ ഒബ്ജക്റ്റിനെയും ഉണ്ടാകുന്നത്. അപ്പൊ ഈ പേര് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പേരോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ലിസ്റ്റ് ഓഫ് റിസോഴ്സസോ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. An object name is a character string that identifies the object. ഇപ്പം ഒബ്ജക്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ പേരിടാം. ചിലപ്പം എന്താ കാർ എന്നിടാം, ബസ് എന്നിടാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നിടാം, എന്ന് വേണമെങ്കിലും പേരിടാം. ഒബ്ജക്ട് ഡിസ്ക്രിപ്ഷൻ ഇസ് എ ലിസ്റ്റ് ഓഫ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് ഐഡന്റിഫൈ. ഇനി ഒബ്ജക്ട് ഡിസ്ക്രിപ്ഷനകത്ത് വരുന്ന ടൈപ്പ്, ദാറ്റ് ഇസ് ഡോക്യുമെന്റ് ആണ്. നമ്മൾ 3 ടൈപ്പ് വെച്ചല്ലേ, പ്രോഗ്രാം ആണോ, ഡോക്യുമെന്റ് ആണോ, ഡാറ്റ ആണോ എന്നല്ലേ. അതിൽ ഏത് ടൈപ്പ് ആണ് നമ്മുടെ ഈ ഒബ്ജക്റ്റിനകത്ത് ഉള്ളത്. ദെൻ പ്രൊജക്ട് ഐഡന്റിഫയർ, ഇതിനൊരു ഐഡന്റിഫയർ ഉണ്ടാവും. ചേഞ്ച് ഓർ വേർഷൻ ഇൻഫർമേഷൻ, ഇത് ഏത് എന്താണ് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മോഡ്യൂളിനകത്താണ് ചേഞ്ച് വരുന്നത്, അത് പർട്ടിക്കുലർ മോഡ്യൂളിലായിരിക്കും. അപ്പൊ അതിനൊരു വേരിയന്റ് എന്ന് പറയാം. അല്ലെ മൊത്തത്തിൽ എൻ്റയർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ പുതിയ വേർഷൻ എന്ന് പറയാം. ഒരു ചെറിയ സംഭവം മാത്രം ചേഞ്ച് ചെയ്യാനാണ് വേരിയന്റ് എന്നും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ വേർഷൻ എന്ന് പറയാം. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. Resources are the entities that are provided, processed and referenced or otherwise required by the object. അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടി എന്തൊക്കെ റിസോഴ്സസ് ആണോ വേണ്ടത്, അതാണ് നമ്മൾ ഈ റിസോഴ്സസിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഓരോ ഒബ്ജക്റ്റിനും നമ്മൾ പറഞ്ഞു, നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഓരോ എന്താണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷനും റെപ്രസെന്റ് ചെയ്യുന്നത് മെമ്മറിയിൽ. ആൻഡ് ഓരോ ഒബ്ജക്റ്റിനും 3 കാര്യങ്ങളുണ്ട്: നെയിം, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലിസ്റ്റ് ഓഫ് റിസോഴ്സസ്. നെയിം എന്ന് പറയുന്നത് എന്താണ്, അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അത് ഒരു ക്യാരക്ടർ സ്ട്രിങ് ആണ്, എന്ത് വേണമെങ്കിലും ആവാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒബ്ജക്ട് ഡിസ്ക്രിപ്ഷൻ. ഒബ്ജക്ട് ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് SEI ആണ്, അതായത് ഡോക്യുമെന്റ് ആണോ, പ്രോഗ്രാം ആണോ, ഡാറ്റ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പിന്നെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത്, ഫയലുകൾ, മെമ്മറി, പിന്നെ ഏതൊക്കെ റിസോഴ്സസുകളാണ്, ഏത് ഫയലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് റിസോഴ്സസിനകത്ത് വരുന്നത്. ഓക്കെ. Then configuration object identification methods also consider the relationship that exists between named object. ഇനി ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മെൻഷൻ ചെയ്യാം ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷനകത്ത്. അപ്പൊ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്തതെന്ന് നോക്കിയേ. An object can be identified as part of defines a hierarchy. That is, for example, ഇവിടെ കണ്ടോ, ഒബ്ജക്ട്സ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഇവിടെ ഒബ്ജക്റ്റ് 1 ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ഓക്കെ, നമ്മുടെ ബേസ് ഫസ്റ്റ് നമ്മൾ റിലീസ് ചെയ്ത ഒബ്ജക്റ്റ് 1.0. ഇനി ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നെങ്കിൽ ഞാൻ അത് എന്തായിട്ടായിരിക്കും എടുക്കുന്നത്, അടുത്ത വേർഷൻ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ദാറ്റ് ഈസ് 1.1. ഓക്കെ. ഇനി അടുത്തത്, ഇനി ഈ വേർഷൻ അത് സ്ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, 1.1.1. അതായത് അതിനകത്ത് ചെറിയ എന്തെങ്കിലും വേരിയേഷൻ ഉള്ളു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉള്ളെങ്കിൽ അടുത്ത ഒബ്ജക്റ്റ് ഏതാണ്, 1.1.2 ആയിരിക്കും. ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അടുത്ത വേർഷൻ 1.2
ടു. ഇനി നോക്കിയേ, ഇതിനകത്ത് വീണ്ടും എന്തെങ്കിലും ചേഞ്ചസ് ആ വരുന്നതെങ്കിൽ 1.3. ദാറ്റ് ഇസ് ഇനി ഞാൻ അതായത് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് പുതിയൊരു മോഡ്യൂൾ ആഡ് ചെയ്ത് അപ്പൊ ഇതിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്ലൈറ്റ് ചേഞ്ചസും സ്ലൈറ്റ് ഉള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് വരികയാണ് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ അങ്ങ് പോകും. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു റേഞ്ചിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണ് ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേർഷൻ കൺട്രോൾ. വേർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ version control combines procedures and tools to manage different versions of configuration object that are created during the software process. നിങ്ങൾ ഇത് കണ്ടല്ലേ, ഇതാണ് ഓരോ വേർഷൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഈ വേർഷൻസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ അടുത്ത ചേഞ്ച് ആകുന്ന പുതിയ വേർഷനിലേക്ക് വിടണോ, അത് പുതിയ അടുത്ത ഇതിനെ ഇങ്ങനെ ഒരു പോകുന്നതിനെ നമ്മൾ വേർഷൻ എന്നും ഇങ്ങനെ വരുന്നതിനെ നമ്മൾ വേരിയന്റ് എന്നും പറയുന്നത്. അതായത് ഈ 1.1 സ്ലൈറ്റ് ചെറുതായിട്ടൊരു ചേഞ്ച് വരുന്നതാണ് ഇത്. അപ്പൊ അതിന്റെ വേറൊരു വേരിയന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതിനകത്ത് എൻറ്റയർലി കുറെ ഡിഫറൻസ് ഉള്ളതാണ് ഇത്. അപ്പൊ ഇത് അടുത്ത വേർഷൻ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? വേർഷൻ കൺട്രോൾ എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഇതെല്ലാം ചെയ്യുന്നത്. So configuration management allows user to specify alternative configurations of the software system through selection of appropriate version. ഇവിടെ നോക്കിയേ 1.2, ഇത് 2.0. ഇത് ചിലപ്പോൾ ഇതിനകത്തുനിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരുപാട് ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഓരോ വേർഷനും ഇറക്കാനായിട്ട്. This is supported by associating attributes with each software version and then allowing a configuration to be specified and constructed by describing the set of desired attributes. അപ്പൊ എന്തൊക്കെയാണോ നമുക്ക് റിക്വയർമെന്റ്സ് വേണ്ടത് അതൊക്കെ നമ്മുടെ പ്രീവിയസ് നമ്മൾ ഈ ഫേസ് കണ്ടു, എന്താണ് ഈ ഫേസ് കണ്ടു. അപ്പൊ ഇതിനകത്ത് ഓരോ സമയത്ത് നമുക്ക് എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് ഉള്ളത്, അതായത് നമുക്ക് ഒരുപാട് ചിലപ്പോൾ നമ്മുടെ കോഡിങ്ങിനകത്ത് ചെറിയൊരു മാറ്റമായിരിക്കും വരുത്തേണ്ടത്. ചിലപ്പോൾ എന്താണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയൊരു ടെസ്റ്റ് കേസ് കൂടെ ആഡ് ചെയ്യുക, അതൊക്കെ പുതിയ വേരിയന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അതേസമയം നമുക്ക് റിക്വയർമെന്റ്സേ എൻറ്റയർലി മാറ്റണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്യുന്നത്. അതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് വേർഷൻ കൺട്രോൾ എന്ന് പറയുന്ന മോഡ്യൂളാണ്. ഇനി ഞാൻ മുമ്പ് ഒരു ഗ്രാഫിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്ത് ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഗ്രാഫ്, ഈ ഓരോ ഗ്രാഫിലും ഇന്നത്തെ ഓരോ സെല്ലുകളും ഓരോ ഒബ്ജക്റ്റുകളാണ്. അപ്പൊ ഇങ്ങോട്ടായിരിക്കും നമ്മൾ ഓരോ വേർഷൻസ് കാണിക്കുക. ദാറ്റ് ഇസ് ഈ ആക്സിസ് ആയിരിക്കും ഓരോ വേർഷൻസ് കാണിക്കുക. ആൻഡ് ഈ എന്റിറ്റീസ് എന്നുള്ളതുണ്ട്, ഇതാണ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇനി വൈ ആക്സിസിലാണ് എന്ത് കാണിക്കുന്നത്? ഓരോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചേഞ്ച് മാത്രം. ഇപ്പൊ വേരിയൻസിന് റെപ്രസെന്റ് ചെയ്യുന്നത് വൈ ആക്സിസ്, വേർഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് സെഡ് ആക്സിസ് ആൻഡ് എന്റിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി ഇത് മൂന്നെണ്ണത്തിന്റെ ഡിഫറൻസ് നോക്കാം. വേർഷൻ an instance of a system which is functionally distinct in some way other system instance. അതായത് ഫങ്ഷണാലിറ്റി പോലും ഏകദേശം വ്യത്യാസം വരും പുതിയ വേർഷൻ എന്ന് പറയുന്നത്. വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an instance of a system which is functionally identical but non-functionally distinct from other instances of the system. അതായത് ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, ഫങ്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും, വേറെ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി യൂസർ ഔട്ട്സൈഡ് ദ ഡെവലപ്മെന്റ് ടീം. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ ആരാണോ ക്ലയന്റ് അവർക്ക് കൊടുക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് റിലീസ് എന്ന് പറയുക.